സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു പ്രത്യേക കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മെയ് മാസം 21-ാം തീയതി. ഈ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക ചായ ദിനമാണ്. ഞാൻ എടത്വായില് ഒരു ബേക്കറിയിലാണ് വന്നിരിക്കുന്നത്. ഈ ബേക്കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബേക്കറിയിലെ ചായ ഞങ്ങൾക്ക് തരുന്ന ആള് ഒത്തിരി വർഷങ്ങളെ പരിചയമുള്ള ഒരാളാണ്. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ചായ കുടിക്കാൻ വേണ്ടി തന്നെ ഈ പ്രദേശത്തെ വളരെയധികം ആളുകൾ വരുന്ന ഒരു കടയാണ് ഈ കട. ഇത് ക്വീൻസ് ബേക്കറി എന്നതിന്റെ പേര്. ഏതായാലും ചായ അടിക്കുന്ന ആളിനെ നമുക്ക് കൃത്യമായിട്ട് നമുക്കിപ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഏതായാലും ആ ചേട്ടൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ്ട് ഈ മൈക്ക് ഒന്ന് കുത്തിയേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പോ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഒത്തിരി കാലങ്ങളായിട്ട് അറിയാം. ചേട്ടന് ഒരു ചായ എടുത്ത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് തന്നിട്ടുള്ള ആളാണ്. ഏതായാലും ഞങ്ങൾക്ക് 2 ചായ വേണം. ഞങ്ങൾക്ക് 2 ചായ എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ബാക്കി കാണാം. ഓക്കെ. ചേട്ടന്റെ പേരെന്നാ ചേട്ടാ? എന്റെ പേര് മോഹനൻ. 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 ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എത്ര വർഷമായിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ചായ അടിച്ചു കൊടുക്കുന്നത്? ഞാനൊരു 42 വർഷമായിട്ട് ഇവിടെ ചായ അടിയാണ്. 42 വർഷമായിട്ട് ഈ കടയിൽ തന്നെയാണോ? അതെ അതെ, ഈ കടയിൽ തന്നെ. ഞാനിപ്പോ സത്യത്തിൽ ഇന്ന് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മെയ് മാസം 21 ലോക ചായ ദിനമാണ്. അപ്പൊ ഇങ്ങനെ ചായ സ്ഥിരമായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുണ്ട്. ഇങ്ങനെ ചായ അടിച്ചു കൊടുക്കുന്ന ചേട്ടനെ വന്ന് ലോകം അറിയണമെന്ന ഉദ്ദേശത്തിൽ തന്നെ വന്നാ. ഓക്കെ ഓക്കെ. അപ്പൊ 42 വർഷമായിട്ട് ഇവിടെ തന്നെയാ? അതെ അതെ. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് മോഹനൻ ചേട്ടന്റെ ചായ കുടിക്കാൻ തന്നെ കുറെ പേര് വരുന്നതായിട്ട് എനിക്കറിയാം. അതന്നെ, അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മോഹൻ ചേട്ടന്റെ ചായ? എന്ന് പറഞ്ഞാൽ അവരുടെ നാവിന് രുചിയായിട്ടുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സ്ട്രോങ് വേണ്ടവർക്ക് സ്ട്രോങ്, ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ്, മധുരം കുറച്ച്. അത് ഓരോ ആൾക്കാര് അവരെ കാണുമ്പോ തന്നെ ഞാൻ ചായ എടുക്കും. അവര് പറയേണ്ട കാര്യമില്ല. അന്ന് വെച്ചാൽ ആളുകളെ മനസ്സിലാക്കി ചായ എടുത്ത് കൊടുക്കും. അതെ, ആളുകളെ മനസ്സിലാക്കി ചായ എടുക്കും. ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ഈ ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ഈ 42 വർഷം മുമ്പ് ഇതുപോലൊക്കെയുള്ള സ്റ്റൗലൊക്കെ തന്നെയായിരുന്നു കത്തിച്ചോണ്ട്? അല്ല, ആദ്യ കാലത്ത് നമ്മള് വിറകായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മണ്ണെണ്ണ സ്റ്റൗ ആയി. ഇപ്പൊ നമ്മള് ഗ്യാസേല. എന്തെങ്കിലും പറഞ്ഞില്ല, അതിന്റെ രുചികളിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ ആദ്യ കാലത്ത് ഇപ്പോഴത്തെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? ആദ്യത്തെ ആയിരുന്നു രുചി. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല പാല് കിട്ടുമായിരുന്നു, കൊഴുപ്പുള്ള പാല്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത്രയും കൊഴുപ്പില്ല നമ്മുടെ പാലിന്. പാലിന്റെ കൊഴുപ്പനുസരിച്ചിരിക്കും ചായയുടെ രുചി. തേയില നല്ലതുമാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പൊ ഈ 42 വർഷം കൊണ്ട് ഈ പറയുന്ന പാല്, തേയില, ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ചേട്ടനുണ്ട്? ഉണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ. ഇന്നത്തെ പശു എന്ന് പറഞ്ഞാൽ കൊഴുപ്പില്ല പാലിന്. ഓക്കെ ഓക്കെ ഓക്കെ. അന്നൊക്കെ നല്ല കൊഴുപ്പുള്ള പാലായിരുന്നു. ഓക്കെ ഓക്കെ. ഏതായാലും ചേട്ടന്റെ ചായ ഒരു ചായ ഞാൻ കുടിച്ചോളാം. ഓക്കെ ഓക്കെ. ഇവിടെ ചായ കുടിക്കാനായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ഇവിടെ എന്റെ അടുത്തൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടൻ തന്നെ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നാണോ? ചായല്ലേ വന്നതാ? ഇവിടെ വന്ന് ചായ കുടിക്കാനായിട്ടുള്ള കാര്യം? 15. ചായടിക്കാരൻ മോഹനൻ എന്ന് പറയുന്ന ആളിന്റെ ചായ ഇടത്തുവായി മറ്റേത് കടയിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്നുപോലെ ചാർജ് ചായ നമുക്ക് കിട്ടാൻ ചാർജ് അവിടെ എന്നുപോലെ കയറി കടയിൽ വന്ന് മോഹനൻ അടിക്കുന്ന ചായ 25 ദിവസമായി നല്ല ചായ ആയിരിക്കും. അങ്ങനെ എത്ര വർഷമായിട്ട് ഇപ്പോൾ ഈ കടയിലൊക്കെ 42 വർഷമായിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ ചായ ഇവിടെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെ. ഇവിടുത്തെ ചായ പ്രത്യേകമായിട്ടുള്ള ചായ. തീർച്ചയായിട്ടും മോഹനന്റെ ചായയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ള ചായ. മൈക്കിന് പിടിച്ചേക്ക്. സ്ഥിരമായിട്ട് അപ്പൊ അങ്ങനെ ചേട്ടനോട് വന്ന് ചായ കുടിക്കുന്ന ആള് തന്നെ? തീർച്ചയായും. ഓക്കെ ഓക്കെ. പുള്ളി നന്നായിട്ട് നമ്മുടെ രീതികൾ മനസ്സിലാക്കി ആൾക്കാരെ കണ്ട് ഇന്നയാളിന് ഇന്ന രീതിയിലുള്ള ചായ വേണമെന്നുള്ളത് പുള്ളിക്ക് അറിയാം. അതനുസരിച്ചുള്ള ചായ പുള്ളി തരും. പ്രത്യേകിച്ച് പുള്ളി ഓരോ ചായ വെച്ചേ എടുക്കാറുള്ളൂ. ഒരു ചായ വെച്ച് എടുക്കാറുള്ളൂ. അല്ലാതെ ഒരു 3-4 ചായ എടുത്ത് 3-4 പേർക്ക് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. ഓരോരുത്തർക്കും ഓരോ ചായ വെച്ചാൽ എടുക്കും. അപ്പൊ വ്യക്തികളെ സംബന്ധിച്ച് പുള്ളിക്ക് മനസ്സിലാകും. ആ രീതിയിൽ പുള്ളി ചായ എടുക്കും. ഏതായാലും മോഹൻ ചേട്ടൻ എടുത്തിട്ട് ചായ ഉണ്ടോ? എന്തായാലും കുടിച്ചു നോക്കാം. ചായ സൂപ്പറാ. നമുക്ക് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ചായ ഞങ്ങൾ കുടിക്കുന്നതുമാണ്. എനിക്ക് തോന്നുന്നു ഒരു 25-30 വർഷമായിട്ട് ഈ കടയിൽ കയറുന്ന ആളാണ്. ഏതാണെങ്കിലും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായ അടിക്കുക അല്ലെങ്കിൽ ചായ അടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് 42 വർഷമായിട്ട് ആ പണി തന്നെ ഒരു കടയിൽ ഒരു ജോലിക്കാരനായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഏതായാലും മോഹനൻ ചേട്ടൻ അത്തരത്തിൽ
നമുക്ക് മറ്റുള്ളിടത്ത് പലയിടത്തും കാണാൻ പറ്റാത്ത തരത്തില് ഒരു തൊഴിൽ മേഖലയിൽ തന്നെ അരനൂറ്റാണ്ടിനടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ലോക ചായ ദിനത്തില് ഇതുപോലെ ലക്ഷക്കണക്കിന് ചായ അടിച്ച ഈ മനുഷ്യനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ മറ്റാരെ പരിചയപ്പെടുത്താനാ? നമ്മളിത് പറയുമ്പോഴും അദ്ദേഹം ചായ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ല, രുചികരമായ ചായ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ പാത്രത്തിൽ ആഘോഷമായിട്ട് അദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇത്രയും പൊക്കിയൊക്കെ നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് നമ്മളൊക്കെ കുടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പാടാണ്. ഇത് വളരെ വിശാലമായിട്ടുള്ള രീതിയിൽ നല്ല നീളത്തിൽ പൊക്കി അടിക്കുകയാണ്. ഏതാണ് ഇവിടുന്ന് ഇതൊക്കെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ? മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യം കോളേജിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഓർഡർ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും. ഓക്കെ. ഏതായാലും മോഹനൻ ചേട്ടന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും തരുന്നു. താങ്ക് യു. നാടിന്റെ നന്മയുള്ള മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.